ഹലോ ഫ്രണ്ട്സ്, ഈ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് പോകുന്ന ലൊക്കേഷൻ ഏതാണ്. മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കർണാടകയിലെ ബൈരക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം വളരെ പ്രകൃതി മനോഹരമാണ്. ഈ പടത്തിലെ മിന്നൽ ഷിപ്പ് വരുന്ന തോണി സീനും ആ കടവ് സീനും ഒക്കെ ഈ ഒരു ലൊക്കേഷനിലാണ്. വയനാട്ടിലെ പെരിക്കല്ലൂർ എന്ന സ്ഥലത്തു നിന്ന് ഈ കടവ് കടന്ന് നേരെ പോകുന്നത് ബൈരക്കുപ്പയിലാണ്. വെറും 10 രൂപ കൊടുത്താൽ നമുക്ക് അക്കരയ്ക്ക് എത്താം. ഈ കാണുന്ന അതിമനോഹരമായ കവലയിലാണ് മിന്നൽ മുരളിയിലെ അധിക സീനുകളും ഷൂട്ട് ചെയ്തത്. ഈ പടത്തിൽ ടൊവിനോ തോമസ് കുറുക്കൻമൂലയിലേക്ക് വരുന്നൊരു എൻട്രിയും അതിനോട് സംബന്ധിച്ച എല്ലാ സീനുകളും ഈ ഒരു ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തത്. ഈ പടത്തിലെ മറ്റൊരു കഥാപാത്രമായ മിന്നൽ ഷിബു നടന്നു വരുന്ന സീനും ടൊവിനോയെ ബൈജു കവലയിലിട്ട് പൊട്ടിക്കുന്ന സീനും, അങ്ങനെ ഈ പടത്തിലെ ഒരുപാട് സീനുകൾ ഈ കവലയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ കരാട്ട ക്ലാസും ബ്രൂസ്ലിയുടെ ചവിട്ടും വരെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ബൈരക്കുപ്പയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം വിശന്നു തുടങ്ങി. അവിടെയുള്ള അമ്പാടി ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ആദ്യം കയറിയത്. അവിടെ ഉള്ളവരോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, മിന്നൽ മുരളി ഷൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ ചോദിച്ചു. എന്നിട്ട് നല്ല ചൂട് പഴംപൊരിയും ഒരു ചായയും കുടിച്ചിരുന്നപ്പോഴാണ് ഏട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പുഴമീന് കട്ട്ല ഉണ്ട്, ചെമ്പല്ലി ഉണ്ട്, റോഗ്, സിലോപ്പി. അത് രാവിലെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരണം. അല്ല, അത് വിളിച്ചു പറഞ്ഞാലും എടുത്തു വെക്കും. അല്ലെങ്കിൽ നിങ്ങള് 10, 10:30, 11 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല വലിയ വലിയ മീനുകൾ. പിന്നെ മെയിൻ ആയിട്ട് ഉച്ചയൂണാണ് ഇവിടെ കടയില് ഉച്ചയൂണ്. ചെറിയ അപ്പൊ നല്ല ഫ്രഷ് മീൻ കിട്ടും. മീൻ ഫ്രഷ്. അപ്പൊ വിളിച്ചു പറഞ്ഞാല് സാധനം റെഡി ആക്കി വെക്കൂല. ഓക്കെ. ഈ കാണുന്ന കബരി നദിയിൽ നിന്ന് കിട്ടുന്ന സിലോപ്പി, രോഹു, കട്ട്ല, നല്ല ചെമ്പല്ലി ഒക്കെ പുള്ളി നല്ല രീതിയിൽ മസാല തേച്ച് കറി വെച്ചിട്ടും പൊരിച്ചിട്ടും തരും. അപ്പോൾ ഈ കടയിൽ വന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ബൈരക്കുപ്പയുടെ കടവത്ത് നല്ല കുറഞ്ഞ വിലക്ക് നല്ല മീനുകൾ നിങ്ങൾക്കിവിടെ കുറഞ്ഞ വിലക്ക് കിട്ടും. നല്ല ഫ്രഷ് മീനുകൾ ചൂണ്ടയിട്ടും വലയെറിഞ്ഞും ഒക്കെ പിടിച്ച് ഇവിടുത്തെ ആൾക്കാർ പിടിച്ച് നല്ല ക്ലീൻ ചെയ്തിട്ടാണ് ഇവിടെ മീൻ കൊടുക്കുന്നത്. ലൈവായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും തൂക്കിയെടുക്കാം. വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് കുറച്ച് നല്ല ഫ്രഷ് മീൻ മേടിച്ചിട്ട് ആ ഹോട്ടലിലത്തെ ഏട്ടനോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി നമുക്കത് ഫ്രൈ ആക്കി തന്നിട്ടുണ്ട്. വയനാട്ടിലെ പുൽപ്പള്ളിക്ക് അടുത്തുള്ള പെരിങ്ങല്ലൂർ കടവിൽ നിന്ന് ജസ്റ്റ് 10 രൂപ മാത്രമേ ഉള്ളൂ ഇവിടേക്ക് വരാൻ. ഒരു നദിക്കപ്പുറം കേരളവും കർണാടക. ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ മദ്യത്തിന് വളരെ റേറ്റ് കുറവാണ്. ഈ കാണുന്നത് ബൈരക്കുപ്പ കടവും ആ കാണുന്നത് പെരിങ്ങല്ലൂർ കടവും. നല്ല മനോഹരമായ കാഴ്ച. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു സ്പോട്ടിലേക്ക് വരാനും ഈ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനും. ഈ ഒരു തോണിയാത്ര വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഒരു തോന്നലുണ്ടല്ലോ, അതുപോലെ എനിക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും ബൈരക്കുപ്പയിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ബൈരക്കുപ്പ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നാളെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.